ഗൈസ്, ഞാനിപ്പോൾ ഒരു വീഡിയോ ഇട്ട് താഴെ വന്നിരുന്നത് കണ്ണൻ്റെ കിണ്ണോ എൻ്റെ കാലിൻ്റെ ഇടയിൽ കടിയാണ് കണ്ണാ, എന്നെ ഒന്ന് കാണിക്കൂ കണ്ണാ മോങ്ങുന്ന എന്തിരച്ചി ഒരു കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. സോറി ഗൈസ്, നമുക്ക് ഇവൾക്കൊക്കെ മറുപടി കൊടുക്കുമ്പോൾ മര്യാദയ്ക്ക് മറുപടി കൊടുക്കാക്കത്തില്ല. മറുപടി എന്ന വേസൊന്നും നിങ്ങൾ വിചാരിക്കണ്ട. ഇവള് പാലങ്ങളായിട്ട് നടന്നുകൊണ്ട് നാട്ടിലുള്ള ആണുങ്ങളുടെ വായിരിക്കണം അത്രയും കേട്ടിട്ട് മതിയാവാതെ വീണ്ടും ഇറങ്ങി വന്നിരിക്കുകയാണ് എന്തിരച്ചി. എടി, നാണമുള്ളവളാണെങ്കിൽ അന്തസ്സുള്ളവളാണെങ്കിൽ എൻ്റെ ചെറുക്കൻ നിനക്ക് അയച്ച മെസ്സേജ് ഒന്ന് കാണിക്കാൻ മതി. ചെറുക്കനെ കണ്ടപ്പോൾ നിനക്ക് ശാമാനത്തിൽ ചൊറിച്ചിൽ വന്നാ ആ ചൊറിച്ചിൽ കൊണ്ടാണ് നീ വെപ്രാളപ്പെട്ട് ഇറങ്ങിയിരിക്കുന്നത്. ഇടി, കടി മൂത്താ മുരുക്കി കയറി താഴോട്ട് ഇറങ്ങുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കുത്തിക്കയറ്റ്. അവിടെ ഒരുത്തനില്ലേ, അവനെ കുത്തിക്കയറ്റാൻ നോക്ക്. അല്ല എൻ്റെ ചെറുക്കൻ്റെ തലയിലോട്ട് കയറാൻ നിൽക്കേണ്ട കേട്ടോ. നീ അടി വാങ്ങിക്കുക അലവലാതിക്കൊണ്ടായവളെ. എനിക്കധികം നേരമൊന്നും ആവത്തില്ല നിന്റെ വീട്ടിൽ കയറി നിനക്ക് രണ്ട് പൊട്ടിക്കാനായിട്ട്. ഇതുവരെ ഞാൻ മാറി എന്നേ സംസാരിച്ചിട്ടുള്ളൂ. ചെറുക്കൻ്റെ പേരും പറഞ്ഞുകൊണ്ട് വന്നാൽ നാറി എൻ്റേത് വാങ്ങിക്കും. ഇത്രയും എരണം കെട്ട ഈ നാറിയുടെ കയ്യിൽ നിന്നാണ് നിങ്ങൾ കൃഷ്ണനെ വാങ്ങിക്കുന്നത്. ഇത്രയും ഗതികെട്ട ഒരു നാറിയുടെ കയ്യിൽ നിന്ന് ഓർത്ത് നോക്കിക്കാണ്. ഏത് നേരം എൻ്റെ മക്കൾ അവളെ നോക്കുക പോലുമില്ല, അറിയ പോലുമില്ല. മുതുക്കി എന്ന് പറഞ്ഞാൽ പറച്ചി മുതുക്കി. 18 വയസ്സുള്ള ചെറുക്കൻ്റെ തള്ളയാണ്. അവളെ ആഗ്രഹം നോക്ക്, എൻ്റെ പൊടിയനെ വേണമെന്ന്. ചെറുക്കനെ കാണുമ്പോൾ പെണ്ണിനങ്ങ് ചൊറിച്ചില്ല, കഴപ്പ് മൂത്ത് നിൽക്കുകയാണ്. ചലീമുണ്ട്, ചലി എവിടെയടി? ഞങ്ങളാരും കാണുന്നില്ലല്ലോ എൻ്റെ ചലീമിനെ. എൻ്റെ ചലീമിനെ ഒന്ന് കാണിച്ചു തരാമോ? എത്ര നാളായി ഞാൻ ചലീമൊക്കെ പറഞ്ഞു. ചലീമൊക്കെ നിന്റെ ചലീമൊക്കെ എവിടെയടി? ചലമേ കാണാനില്ലല്ലോ ചലീമിനെ. കുറേ നാളുണ്ട് വരണേ. എൻ്റെ കെട്ടിയവൻ, എൻ്റെ കെട്ടിയവൻ. അതെന്തോ അടി? വാനിഷാണോ നിന്റെ കെട്ടിയവൻ? കിട്ടി അണ്ണാക്കി കിട്ടിയത് നിനക്കല്ലേടി? കേസില്ലേ? തന്നില്ലേ ഒരെണ്ണം? തന്നാ പോരാന്നുണ്ടോ എനക്ക്? ബസ് സ്റ്റാൻഡ് കക്കൂസേ, നാണം കെട്ടോലെ കൊയിലാണ്ടി കക്കൂസേ. എടി, കൊയിലാണ്ടിയിലുള്ള ആണുങ്ങളെ മതിയായ എനക്ക്. നീ തിരുവനന്തപുരത്തുള്ള ആമ്പുള്ളരെ കണ്ടിട്ട് ഇരുന്ന വന്നാൽ കഴപ്പ് തീർത്ത് തരാം. പക്ഷെ എന്തായാലും നിന്റെ അടുത്തേക്ക് എൻ്റെ കൊച്ചു വരാൻ താല്പര്യപ്പെടുന്നില്ല, വരികയുമില്ല. നീ അങ്ങനെ പ്രതീക്ഷിക്കുക പോലും ഉണ്ട്. അമ്മായി അമ്മ നടക്കണ ഒരു മുതുക്കി പന്ന PWD മോളി. എടി, എൻ്റെ 1 വയസ്സോ 2 വയസ്സോ ഇളയതാണ് നീ. അതിനപ്പുറം നീ എന്തോ നീ കുഞ്ഞാവേന്നാ, കുണുവാവേന്നാ, മുതുക്കി എച്ചകല നാറി. അവള് വന്നേക്കെന്നുള്ള വർത്താനം പറഞ്ഞുകൊണ്ട് പിന്നെ നിന്റെ അടുത്ത് മറുപടി പറയണ്ട എന്നുള്ളതുകൊണ്ട് ഞാൻ മാറി നിന്നതാണ്. ഞാൻ കണ്ടില്ല. പിന്നെ ഈ വന്ന് ഇട്ട കമൻറ്റ് കണ്ടിട്ടാണ് ഞാൻ വന്ന് നോക്കിയത്. അങ്ങ് വിശാലമായിട്ടിരുന്ന് പറയുന്നുണ്ടല്ലോ, എന്താ രേണുസുതി നിന്നെ പിടിച്ച് ഉണ്ടാക്കി തന്ന, രേണുസുതിക്ക് വക്കാലത്ത് കൊണ്ടുവന്ന, ആരാൻ്റെ അമ്മ ഛർദ്ദിക്കുന്നത്, ആരെങ്കിലും തൂറി വെച്ച തീട്ട, ഇതല്ലാതെ നിനക്ക് നിന്റെ കയ്യിൽ നിന്നൊന്നും പറയാനില്ലേടി. ഗുരുവായൂരപ്പന്തോ വിളിക്കുന്നു, ചെന്ന് കയറ്. സംഖ്യകൾക്ക് ചുണയില്ലാണ്ട് നല്ല ഫസ്റ്റ് ക്ലാസ് പാര കുത്തി കയറ്റി കൊടുക്കേണ്ട കേസാണ്. കഴപ്പ് മൂത്ത് കിടക്കുന്ന കരുവാടി. അവള് വന്നേക്കാണ് എൻ്റെ തലയിൽ കയറാനായിട്ട്. വെച്ചിട്ട് പൊടി അലവലായി. ആംബിയർ ഉണ്ടെങ്കിൽ നീ തിരുവനന്തപുരം വരാൻ പോവാ. എന്നിട്ട് ഷെഫീനയെ വിളിക്കും. ഷെഫീന അവിടെ വന്ന് സംസാരിക്കാം. ഇവിടുന്ന് ഇനിയിപ്പോൾ അത്രയും ദൂരം യാത്ര ചെയ്ത് വരാൻ വയ്യ. കൊയിലാണ്ടിൽ എന്നെ ഇറക്കരുത് പന്നി. അതോടെ തീരുന്നി. നിന്റെ അഹങ്കാരം അതോടെ അങ്ങ് അടങ്ങും. വെറുതെ എൻ്റെ വായെന്ന് കേൾക്കരുത്. കുറേ നാളായിട്ട് 4 ദിക്കി നിന്ന് ഇങ്ങനെ ഞങ്ങൾ ഉണ്ടാക്കാൻ നോക്കിയാണ്, നടക്കണില്ല ഒന്നും അങ്ങേറ്റ്. കൊച്ചിനെ പറഞ്ഞു മോനെ വേണം. അയ്യോ, മോനെ കണ്ടങ്ങ് ഒലിക്കുകയാണ്. ഞാനിങ്ങനെയൊക്കെ ആണുങ്ങളെ കണ്ടിട്ടുള്ളൂ സത്യമായിട്ട്. ഏതെങ്കിലുമൊക്കെ പെണ്ണുങ്ങളെ കാണുമ്പോഴത്തേക്ക് ഫ്ലേർട്ട് ചെയ്യുന്ന ആണുങ്ങളെ കണ്ടിട്ടുള്ളൂ. ഈ പെണ്ണുങ്ങൾക്ക് ഇങ്ങനെ ഒലിക്കണത് ആദ്യമായിട്ട് കാണാം. ഇത്രയും കഴപ്പ് മൂത്ത് നടക്കുകയാണോ ഓടി നിനക്ക്? ഇത്രയും കഴപ്പാണോ? ചുമ്മാ അല്ല ചെറുക്കൻ ഫ്രണ്ടിൽ വരാത്തത്. കാരണം എപ്പോഴായാലും നിന്നെ പറ്റിയുള്ള കാര്യങ്ങൾ പുറത്തേക്ക് വരും. തീർച്ചയായിട്ടും ഇതെൻ്റെ അമ്മയാണെന്ന് ആ ചെറുക്കന് പറയേണ്ടി വരത്തില്ലേ? 18 വയസ്സുള്ള ചെറുക്കനിക്ക് തല പൊക്കാൻ വയ്യാത്ത തർക്കമുള്ള സാധനങ്ങൾ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് നടക്കുകയാണ്. ബസ് സ്റ്റാൻഡ് കക്കൂസ്. ഈ കൊയിലാണ്ടിക്കാർക്ക് നല്ല ഫസ്റ്റ് ക്ലാസ് പണിഷ്മെൻ്റാണ്. അവർക്ക് അവിടെയുള്ള ആണുങ്ങൾക്ക് ചുണയില്ലാത്തതുകൊണ്ട്, പെണ്ണുങ്ങൾക്കും ചുണയില്ലാത്തതുകൊണ്ടാണ് വെച്ച് അടിച്ച് പറ്റിച്ചു കൊടുക്കേണ്ട നാറി അലവലാതി. കുറേ നാളുടെ ചെറുക്കൻ്റെ തലയിൽ കയറുകയാണ് പെണ്ണ്. ഒരു കാര്യം വേണ്ടേ? ഒന്നിനു മുമ്പ് വെച്ച് ചെറുക്കനെ കാണുമ്പോൾ പെണ്ണിനങ്ങ് ഇളക്കുക. ഈ അമ്മായിയമ്മ ആവാൻ അങ്ങ് കൊത്തിയ എടി മുതുക്കി പാണ്ടാരം. 18ഓളം കേസ്, 18ഓ 16ഓ കേസുണ്ട്. ഇതിലെല്ലാം തന്നെ ആണുങ്ങൾ ബലാത്സംഗം ചെയ്യുന്നത്. ലോകത്തുള്ള ആണുങ്ങൾ മുഴുക്ക ബലാത്സംഗം ചെയ്ത് കിടക്കുന്ന വേശിയാണ് ഷെഫീനയുടെ മരുമോളാവാൻ യോഗ്യത. അയ്യോടി, അത്രയ്ക്ക് അങ്ങ് പെണ്ണില്ലാതെ കിടക്കണ്. ഈ സാമാനം വരെ തൂങ്ങി ഒലിച്ച് കിടക്കുന്ന മുതുക്കി മൂദേവിക്ക് എന്നെ കൊണ്ടോരൊന്ന് പറയിക്കരുത്. ഇത്രയേ ഉള്ളൂ. ബാക്കി ഞാൻ തരുന്നുണ്ട്. ഇതിപ്പോൾ കേട്ടതിൻ്റെ ബാക്കി. ഇനി ബാക്കി ഇത് മുഴുവൻ കേട്ടിട്ട് ഇനി ഒരു വീഡിയോ കൂടി ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടടി. എന്തിരച്ചി ആലവലാതിക്കൊണ്ടായവളെ പന്ന അരുണിൻ്റെ വെപ്പാട്ടി.